ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശിവാനി എവിടെയാണോ അവിടെയാണ് താൻ താമസിക്കുന്നതെന്ന് പറഞ്ഞ് പ്രണവ് പാറുവിനെ ഒഴിവാക്കി എവിടെ നിന്നും പോകുമ്പോൾ പാറു പൊട്ടിക്കരയണേട്ടോ. എടാ പൊന്നു മോനെ, നീ അമ്മയെ വിട്ട് പോവല്ലടാ, എനിക്കൊപ്പം താമസിക്കടാ. എന്നാൽ പ്രണവിൻ്റെ ദുഷ്ട മനസ്സ് ഒരിക്കലും അതിനെ അനുവദിക്കില്ല. പ്രണവ് ശിവാനിക്കൊപ്പം പൊരുതാൻ തന്നെ പോയിരിക്കുകയാണ് കേട്ടോ. ഇതേ സമയം നോക്കി നിൽക്കുന്ന വസുന്ധരയുടെ കണ്ണുപോലും നിറഞ്ഞു പോവാണ്. അങ്ങനെ വസുന്ധര കണ്ണ് നിറച്ച് അഭിനയിച്ച് അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ ഈ സമയം തൻ്റെ കണക്ക് കൂട്ടലുകൾ എന്തായി എന്ന് ആ ഒരു ടെൻഷനോട് കൂടി CKC നിൽക്കുകയാണ്. താൻ കണക്ക് കൂട്ടിയതൊക്കെ ഇനി ശരിയാവുമോ എന്ന ഭയപ്പാടിൽ CKC നിൽക്കുമ്പോഴാണ് കേട്ടോ പ്രണവിൻ്റെയും ശിവാനിയുടെയും കടന്നു വരവ്. അങ്ങനെ അവരെ കാണുമ്പോൾ തന്നെ CKCക്ക് ഒരു സമാധാനമൊക്കെ ആയിട്ടോ. അങ്ങനെ CKC ചോദിക്കുകയാണ്, എന്തായി കാര്യങ്ങൾ, നിങ്ങൾ പോയ കാര്യങ്ങൾ എന്തായി? പ്രണവ്, നീ എവിടെയായിരുന്നു ശിവാനി ഇവനെ ഗൗതം കൊണ്ടുപോയത് എന്നൊക്കെ പറഞ്ഞ് മാറി മാറി ശിവാനിയോട് ചോദിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഈ സമയം ഉടൻ തന്നെ പറയാണ്, അത് പ്രണവിനെ കൊണ്ടുപോയത് ഗൗതമാണെന്ന് അങ്കിള് ആ വീഡിയോ അയച്ചു തന്നത് കൊണ്ട് എനിക്ക് കറക്റ്റ് ഗൗതമിനെ പിടിക്കാൻ കഴിഞ്ഞു. അപ്പോൾ ഗൗതം പറയണം, അപ്പോൾ ഉടനെ തന്നെ ഗൗതമിനെ കുറിച്ച് പ്രണവ് പറയണേ, എൻ്റെ ഏട്ടൻ എന്ന് പറഞ്ഞ അയാളെ ഇത്രയും നാളും ഞാൻ വിളിച്ചത് തന്നെ എനിക്ക് തന്നെ എന്നോട് വെറുപ്പും അറപ്പും ഒക്കെ തോന്നുന്നു. അയാൾ എന്നെ കൊണ്ട് കെട്ടിയിട്ടിരിക്കുകയായിരുന്നു എൻ്റെ ഭാര്യ ശിവാനിയെ ഒഴിവാക്കാൻ വേണ്ടി. അപ്പോൾ ഈ സമയം ഇത് കേട്ട ജ്യോതിർമയാണ് പറയാണ്, ശരിയാണ്, അയാൾ അങ്ങനെ തന്നെയാണ്. അയാൾക്ക് ബിസിനസ്സിൽ വെട്ടിവീഴ്ത്തിയതുപോലെ കുടുംബത്തിലെ എല്ലാ സ്വത്തുക്കളും വെട്ടിവീഴ്ത്താനുള്ള ആ ഒരു തീരുമാനമാണ് എന്നൊക്കെ പറയുമ്പോൾ ഉടൻ തന്നെ പ്രണവ് പറയണേ, ശരിയാണ്, അങ്ങനെയുള്ള ഒരു വെട്ടിവീഴ്ത്തൽ തന്നെയാണ് അയാൾ ചെയ്തും കൊണ്ടിരിക്കുന്നത്. ഇതേ സമയം അല്ല, ഗൗതമിനെ അറസ്റ്റ് ചെയ്തോ? ഇപ്പോൾ എന്തായാലും ഗൗതമിനെ അറസ്റ്റ് ചെയ്തോ എന്ന് ചോദിക്കാൻ കേട്ടോ. ഇത് കേൾക്കുന്ന ശിവാനി പറയണേ, ഇല്ല, അറസ്റ്റ് ചെയ്തില്ല. അത് കേൾക്കുന്ന CKCക്ക് മൊത്തത്തിൽ അടിമുടി അങ്ങ് കയറണം കേട്ടോ. എന്തുകൊണ്ട് പ്രണവ് ഈ പറയുന്ന ഗൗതമിനെ അറസ്റ്റ് ചെയ്തില്ല? അയാൾ അറസ്റ്റ് ചെയ്യേണ്ട തെറ്റില്ല അയാൾ എന്നോട് ചെയ്തത്. ഞാൻ ഇത്രയും കണ്ണിങ്ങോടുകൂടി ഗൗതമിനെ അറസ്റ്റ് ചെയ്യാൻ ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കിയിട്ടും അവനെ അറസ്റ്റ് ചെയ്യാതിരിക്കേ? അതങ്ങ് കേൾക്കുന്ന പ്രണവും ശിവാനിയും ആകെ ഞെട്ടിപ്പോവാണ് കേട്ടോ. ഈ സമയം ഞാൻ എത്ര നന്നായിട്ടാണ് നിനക്ക് ആ വീഡിയോ അയച്ചു തന്നത്, അത് നീ പോലീസിനെ കാണിച്ചു കൊടുത്തില്ലേ? നീ പോലീസുകാരെയും കൊണ്ടിട്ടല്ലേ ഗൗതമിൻ്റെ വീട്ടിലോട്ട് പോയത്, പ്രണവിനെ രക്ഷിക്കാൻ നീ എത്തിയത്? അതൊക്കെ കേട്ട ഉടൻ തന്നെ പ്രണവ് ഇങ്ങനെ ചിന്തിച്ച് നിന്ന് പോവാണ്. ഈ സമയം ശിവാനി ആകെ അത്ഭുതപ്പെട്ടു പോവാണ്, എന്താ ഇയാൾ ഇങ്ങനെയൊന്ന് പറയുന്നത് എന്നുള്ള ആ ഒരു ലെവലിൽ കേട്ടോ. അപ്പോൾ ഇത് കേട്ട ഉടൻ തന്നെ പ്രണവ് ചോദിക്കണേ, അല്ല അങ്കിൾ എന്താ ഈ പറയുന്നത്? ഗൗതമിനെ അറസ്റ്റ് ചെയ്യാൻ ഞാൻ നല്ല മാസ്റ്റർ പ്ലാനോട് കൂടി കളിച്ച കളിയാണെന്നോ? എന്ത് കളിയാണ് അങ്കിൾ കളിച്ചത്? അങ്കിൾ കളിച്ച കളി എനിക്ക് മനസ്സിലായില്ലല്ലോ. എന്താ അങ്കിൾ ഉദ്ദേശിച്ചത്? എങ്ങനെയാണ് എൻ്റെ ഏട്ടനെന്ന് പറയുന്ന ആ വ്യക്തിയെ അറസ്റ്റ് ചെയ്യാൻ അങ്കിൾ കളിച്ച കളി? അതിനെക്കുറിച്ചൊന്ന് പറയാമോ? അയ്യോ, ആകെ പെട്ടിരിക്കുകയാണ് CKC. തനിക്ക് എന്ത് ഉത്തരമാണ് അവിടെ പറയേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ ആൻറ്റി, എന്താണ് അങ്കിൾ പറയുന്നത് എന്ന് ശിവാനി ജ്യോതിർമയോട് ചോദിക്കുക. ജ്യോതിർമയി ആകെ പകച്ചു പോകട്ടോ. ഈശ്വര, വായിൽ അറിയാതെ അബദ്ധം വീണു പോയല്ലോ എന്നുള്ള ലെവൽ കേട്ടോ. അപ്പോൾ പ്രണവ് ചോദിക്കുകയാണ്, എന്നെ അറസ്റ്റ് ചെയ്യാൻ എങ്ങനെയാണ് എൻ്റെ ഏട്ടൻ എന്ന് പറയുന്ന അയാളെ ഇങ്ങനെ കളി കളിച്ചു എന്നൊക്കെ പറഞ്ഞ് എനിക്കൊന്നും മനസ്സിലായില്ല. അപ്പോൾ അത് കേട്ട ഉടൻ തന്നെ പറയാണ്, അത് എൻ്റെ ഒരു ഫ്രണ്ടാണല്ലോ എനിക്ക് ആ വീഡിയോ അയച്ചു തന്നത്. അപ്പോൾ അയാൾ കൊണ്ടുപോകുന്ന ആ വീഡിയോ നിങ്ങൾക്ക് മുന്നിൽ കാട്ടി തന്നിട്ടും നിങ്ങൾ അത് പോലീസിന് കാണിച്ചു കൊടുക്കാതെ, ഇത്രയും നല്ലൊരു ചാൻസ് കിട്ടിയിട്ടും ഗൗതമിനെ അറസ്റ്റ് ചെയ്യാതെ. അത് കേൾക്കുന്ന പ്രണവ് പറയാണ്, അതിനെ അറസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ, ആ വീഡിയോ ഞങ്ങൾക്ക് എങ്ങനെ കയ്യിൽ കിട്ടി എന്നുള്ള ചോദ്യവും പറച്ചിലൊക്കെ ആയതുകൊണ്ട് പ്രതി ഞങ്ങൾ തന്നെ ആയിത്തീരുന്നത് പോലെ ആയി, അതുകൊണ്ട് ഞങ്ങൾ ആ കേസ് അങ്ങ് ഒഴിവാക്കിയതാണ് എന്ന് പറയട്ടോ. ഇത് കേൾക്കുന്ന CKCക്ക് അടിമുടി കയറുകയാണ്. അപ്പോൾ പ്രണവിൻ്റെ ഉള്ളിൽ ചെറിയൊരു സംശയം കേട്ടോ. എന്നിട്ട് പ്രണവിനോട് പറയണേ, തൽക്കാലം പ്രണവ് ഇനി പോയി റെസ്റ്റ് എടുക്ക്, എന്തായാലും അവരുടെ പ്ലാനൊന്നും ഇനി നടക്കത്തില്ല, നല്ല ശ്രദ്ധിച്ച് വേണം നീ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ. അയാളെ ഞാൻ വെറുതെ വിടത്തില്ല, അയാൾ ഒറ്റയ്ക്ക് എൻ്റെ സ്വത്തുക്കൾ അങ്ങ് വിഴുങ്ങുക എന്നാണ് കരുതിയിട്ടുള്ളത്, എന്നല്ല സ്വത്തുക്കളൊന്നും തന്നെ ഞാൻ വിട്ടുകൊടുക്കത്തില്ല എന്നിങ്ങനെ പ്രണവ് പറയുന്നുണ്ട് കേട്ടോ. ഇതേ സമയം CKC അവർ പോയതിന് ശേഷം ജ്യോതിർമയോട് പറയണേ, എന്തൊരു കഷ്ടമാണ്, എത്ര മാസ്റ്റർ പ്ലാനോട് കൂടി കളിച്ചിട്ടും അവനെ അറസ്റ്റ് ചെയ്യാൻ പറ്റിയില്ലല്ലോ, ഇനി എന്ത് ചെയ്യുമെന്നൊക്കെ ചോദിക്കാനായിട്ട്. അപ്പോൾ ജ്യോതിർമയി പറയാം, എന്തെങ്കിലും ഒരു വഴി തെളിയും. പിന്നീട് കാണിക്കുന്നത് നിധിയാണ്. അങ്ങനെ നിധി ഇങ്ങനെ പാറുവിനോട് പറയാണ്, എത്ര സന്തോഷത്തോടു കൂടിയാണ് നമ്മളൊക്കെ ഇവിടെ ഇരുന്നത്, പ്രണവ് വീട്ടിലോട്ട് വന്നപ്പോൾ നമുക്ക് സന്തോഷം തിരികെ കിട്ടിയതുപോലെ ആയത്. അപ്പോൾ പാറു പറയണേ, എൻ്റെ കുഞ്ഞ് എന്നെ വിട്ട് വീണ്ടും പോയി, അവനെ ഇനി അവൾ കൊല്ലത്തേ ഉള്ളൂ, അതും CKCയുടെ കൈകളിൽ, ഈ പറയുന്ന ശിവാനിയുടെ കൈകളിൽ, അവരൊക്കെ എൻ്റെ കുഞ്ഞിനെ കൊല്ലത്തേ ഉള്ളൂ എന്ന് പറയട്ടോ. ഇത് കേട്ടിട്ടാണ് വസുന്ധര അങ്ങോട്ടേക്ക് കടന്നു വരുന്നത്. അപ്പോൾ വസുന്ധര പറയാം, എങ്ങനെ കൊല്ലുമെന്നാണ് നിങ്ങൾ പറയുന്നത്? ഒരിക്കലും ശിവാനിയെ ഒരിക്കലും കൊല്ലില്ല. ശിവാനിക്കും ഇങ്ങോട്ടേക്ക് വരണമെന്നുണ്ട്, പ്രണവിനും ഇങ്ങോട്ടേക്ക് വരണമെന്നുണ്ട്,
പറഞ്ഞിട്ട് കാര്യമില്ല, ഇവിടെ ഒരു വഴി തടസ്സമായി ഒരു സാധനം ഇവിടെ ഉണ്ടല്ലോ. അത് കേട്ടോടെ തന്നെ പാറു ചോദിക്കുകയാണ്, ആരാണ് പ്രണവിന് ഇവിടെ വഴി തടസ്സമായുള്ളത്? അവനവൻ്റെ ഏട്ടൻ എന്ന് വെച്ചാൽ ജീവനാണ്, ജീവൻ്റെ ജീവനാണ് പ്രണവിന് ഏട്ടൻ. പ്രണവിന് ഏട്ടൻ കഴിഞ്ഞിട്ട് എന്തുള്ളൂ. പക്ഷേ ഇവിടെ അവൻ വരാത്തതിൻ്റെ കാരണം ഈ നിൽക്കുന്ന നിധിയാണ്. അപ്പം നിധി ചോദിക്കാൻ, ഞാനെന്താ പ്രണവിനെ കാണിച്ചത്? നീയല്ല പ്രണവിനെ കാണിച്ചത്, നീ ശിവാനിയോട് ചെയ്യുന്ന വൈരാഗ്യമാണ് പ്രണവിനെ വെറുപ്പിക്കുന്നത്. നീ ശിവാനി ജനിച്ച അന്ന് മുതൽ ശിവാനിയോട് നിനക്ക് വെറുപ്പാണല്ലോ. പറച്ചില് ശിവാനി നിന്നോടാണെന്നൊക്കെ പറയും, പക്ഷെ നീ ഇവിടെ കിടന്ന് കാട്ടുന്ന ഞങ്ങളൊക്കെ കാണുന്നതല്ല. അപ്പോൾ അത് കേൾക്കുന്ന ഗൗതമൻ അങ്ങ് ദേഷ്യം പിടിക്കും. മതി മതി മതി, നിങ്ങൾ കടന്നു വരുന്നത് എങ്ങോട്ടാണെന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങൾ ഏത് സമയം എൻ്റെ ഭാര്യയെ കുറ്റപ്പെടുത്താനാണ് നിങ്ങൾ ശ്രമിക്കുന്നത്. എന്നാൽ നിർത്തി കേൾക്ക്, ഇനി മതി എന്ന് പറയും കേട്ടോ. അപ്പം ഞാനെന്തിനാണ് നിർത്തുന്നത്? നിൻ്റെ ഭാര്യ ചെയ്തത് തെറ്റിനല്ലേ. അങ്ങനെ അവർ തമ്മിലൊരു വഴക്കാവുമ്പോഴേക്കും ഉടൻ തന്നെ പാറു പറയണേ, മതി, എനിക്ക് സ്വസ്ഥതയില്ല, സമാധാനമില്ല എന്ന് പറഞ്ഞ് നെഞ്ഞി വേദനിച്ചിട്ട് ഇങ്ങനെ ചുമക്കാണ് കേട്ടോ. അപ്പോൾ ഈ ചുമയോടുകൂടി ഉടനെ തന്നെ പാറു ഇത് പറയുമ്പോൾ എല്ലാവരും ഓടിച്ചേരുകയാണ്. അയ്യോ ഏട്ടത്തി ഏട്ടത്തി എന്ന് പറഞ്ഞിട്ട് വസുന്ധര ചെല്ലുന്നു. ആൻറ്റി എന്നൊക്കെ പറഞ്ഞ് പാറു എന്നൊക്കെ വിളിച്ച് ഗൗതമും നിധിയൊക്കെ ചെല്ലാണ് കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ എനിക്കൊരു ഗ്ലാസ് വെള്ളം എന്ന് പറയണം. അപ്പോൾ ഗൗതം നിധിയോട് വെള്ളം കൊണ്ടുവരാൻ പറയണം. അങ്ങനെ വെള്ളമൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പാറു പറയണ, സ്വസ്ഥത എന്ത് സമാധാനം എന്തെന്ന് എനിക്ക് അറിയാൻ കഴിയുന്നില്ല. എൻ്റെ കുഞ്ഞിനെ എനിക്ക് തിരികെ കിട്ടണമല്ലോ. അവനാണെങ്കിൽ എട്ടും പൊട്ടും അറിയാത്തവനെ പോലെ, ഒരു ഇള്ള കുട്ടിയെ പോലെയാണ്. അവന് ബുദ്ധി തൻ്റെ ഒന്നുമില്ല. അവൾ വലിക്കുന്ന ചരടിനനുസരിച്ച് അവൻ പോകുന്നു. അവനിപ്പോൾ ആകെ മഞ്ഞ ബാധിച്ചിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് പാറു കരയുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്ന CKCയെ തന്നെയാണ്. CKC ശിവാനിയെയും അതുപോലെ പ്രണവിനെയും വിളിച്ചിരിക്കുകയാണ്. അപ്പോൾ പ്രണവിനോട് CKCയും ജ്യോതിർമയും കൂടി പറയുകയാണ്, അതെ, നാളെയാണല്ലോ ഡൽഹിയിൽ നടക്കുന്ന ആ ഒരു കോൺഫിഡൻറ്റ് അങ്ങനെ എന്തൊരു ഗ്രൂപ്പിൻ്റെ പേര് പറയുന്നുണ്ട് കേട്ടോ. ആ ഗ്രൂപ്പിൻ്റെ മീറ്റിംഗ്, അതിന് നീ ഡൽഹിയിലോട്ട് നാളെ പോകണം. അപ്പോൾ അത് കേട്ടോടെ തന്നെ പ്രണവ് പറയണേ, ഓ അതിനെന്താ, ഞാൻ പോയിക്കോളാം. അപ്പോൾ നിങ്ങളുടെ കമ്പനിയുടെ ആ ഒരു ഇതാണ്, അത് നീ പോകണം. അത് എനിക്ക് പറ്റത്തില്ലല്ലോ, ഗൗതമല്ലേ ആ കമ്പനിയുടെ എല്ലാം, അപ്പോൾ അയാളല്ലേ പോകേണ്ടത്, ഞാനെങ്ങനെ പോവാം? അതിനൊക്കെ വഴിയുണ്ട്. അയാളെ ഇതോടുകൂടി ആ കമ്പനിയിൽ നിന്ന് പുറത്താക്കാനുള്ള വഴിയാണ് ഞാൻ പറയുന്നതെന്ന് ജ്യോതിർമയി പറയണം. അപ്പോൾ അത് കേട്ട പ്രണവ് പറയാം, അതെന്ത് വഴിയെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ CKC പറയും, നീ എൻ്റെ ജ്യോതി പറയുന്നത് പോലെ നീ കേട്ടാൽ നിനക്ക് ആ ഗൗതമിൻ്റെ എല്ലാ കമ്പനിയും നിൻ്റെ പേരിലാവുമെന്ന് പറയണം. അപ്പോൾ അത് കേൾക്കുന്ന ശിവാനി പറയണേ, എന്താ ആൻറ്റി വഴിയെന്ന് ചോദിക്കാൻ കേട്ടോ. ഈ തൽക്കാലം ഇപ്പോൾ ഞാൻ പറയുന്നത് പോലെ ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ ഡൽഹിയിലോട്ട് പോകും, എന്നിട്ട് നീ ആ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുക. അപ്പോൾ പ്രണവ് പറയണേ, എനിക്കങ്ങനെ വെറുതെ ഒന്നും മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ ഡൽഹിയിലോട്ട് പോകാൻ പറ്റത്തില്ല. അതിൻ്റേതായ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ അങ്ങോട്ടേക്ക് പോകുമ്പോൾ കൊണ്ടുപോകണം. ആ മീറ്റിങ്ങിനെ സംബന്ധിക്കുന്നത് അതൊക്കെ കിട്ടണ്ടേ. അതൊക്കെ നിൻ്റെ കൈകളിൽ കിട്ടാനുള്ള വഴികളൊക്കെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. നീ ഇപ്പം ഞാൻ പറയുന്നത് അങ്ങ് കേട്ട് നീ നാളെ പോകാനുള്ള വഴി നോക്ക്. അത് മാത്രമല്ല, അവിടെ എനിക്ക് വേണ്ടി ഒരു വക്കീലിനെ ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ആ വക്കീൽ ഗൗതമിൻ്റെ എല്ലാ സ്വത്തുക്കളും നിൻ്റെ പേരിലാക്കി തരും. അയാളെ കുറച്ച് ചിലവ് കൂടിയ വക്കീലാണ്, ഒരു 50 ലക്ഷം രൂപയ്ക്കാണ് അയാളുടെ ചാർജ്. അയ്യോ, എന്താ ഈ പറയുന്ന 50 ലക്ഷം രൂപ എന്നെക്കൊണ്ട് ഇപ്പം താങ്ങത്തില്ല എന്ന് പ്രണവ് പറയുമ്പോൾ ഉടൻ തന്നെ ജ്യോതിർമയി പറയണം, ആ ക്യാഷൊക്കെ ഞാൻ കൊടുത്തോളാം, നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യാനും തയ്യാറാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് കേട്ട് നിങ്ങളിപ്പോൾ തൽക്കാലം ആ ഒരു കമ്പനിയിലോട്ട് പോകാൻ നോക്കിയെന്ന് പറയട്ടെ. അപ്പോൾ CKC പറയണേ, ശരിയാണ്, നീ ആ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ നോക്ക്, അതിനുള്ള വഴിയൊക്കെ ഇവിടെ ചെയ്യുമെന്ന് പറഞ്ഞല്ലോ. അങ്ങനെ പ്രണവ് വലിയ സന്തോഷത്തോടു കൂടി പോകുമ്പോൾ ശിവാനി പറയണേ, ആൻറ്റിയോടുള്ള ഈ നന്ദി ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റാത്ത അത്രയും വലിയൊരു സഹായമാണ് ആൻറ്റി എനിക്ക് ചെയ്തു തന്നതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഓ ആയിക്കോട്ടെ എന്നും പറയണം. അങ്ങനെ ഈ സമയം ഇവരങ്ങോട്ടേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ CKC ചോദിക്കാൻ, ഇനി എങ്ങനെ ഗൗതമിൻ്റെ കമ്പനിയിൽ നിന്നും ആ ഡോക്യുമെൻറ്റ്സ് എടുക്കും? അതിനൊക്കെയുള്ള ആളെ ഞാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു എപ്പിസോഡാണ് ഇനിയിപ്പോൾ വരുന്നത് കേട്ടോ.